under the boughs where the shadows play. The wind hums songs at the break of day. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു മഴയ്ക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീച്ച് മദ്രസയിൽ പോയി. ഇത് ഉമ്മയാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്നലെ വിചാരിച്ചിരുന്നു ഇന്ന് പൊതിച്ചോറാക്കണമെന്ന്. പൊതിച്ചോറ് തിന്നാൻ ഭയങ്കര ആഗ്രഹം. പൊതിച്ചോറിന് നമ്മൾ ആദ്യം തന്നെ ആക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും വറവാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ക്യാരറ്റും ബീട്രൂട്ടും വറവ്. പിന്നെ നമ്മൾ പുറത്ത് പോയി പച്ചമുളകൊക്കെ പറിച്ച് ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ മദ്രസയിൽ പോകാൻ എണീക്കുമ്പോൾ തന്നെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മദ്രസയിൽ പോയി വന്നപ്പോൾ ശരിയായിട്ടോ. പിന്നെ നമ്മൾ ചക്കക്കുരു ആക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പൊതിച്ചോറിനാക്കാൻ വിചാരിക്കുന്നത് കോളിഫ്ലവറും ബീട്രൂട്ടും ക്യാരറ്റും വറവും ചമ്മന്തിയും പിന്നെ ചക്കക്കുരുവും പിന്നെന്താ സാമ്പാർ കറിയും, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ചമ്മന്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ പോയി വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഐഷുവാണ് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഉമ്മാട് പറഞ്ഞിനു, ഉമ്മ എനിക്ക് പൊതിച്ചോറ് തിന്നാൻ ആഗ്രഹമാണ്, എനിക്ക് തിന്നണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എഗ്ഗ് ഓംപ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആത്തച്ചക്ക പൊട്ടിക്കുന്നുണ്ട്. എല്ലാവരുടെ നാട്ടിലും എന്താ പറയുന്നതെന്ന് അറിയില്ല, പക്ഷെ നല്ല മധുരമുള്ള സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. പിന്നെ നമ്മുടെ എഗ് ഓംപ്ലേറ്റും ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ചക്കക്കുരു പുഴുങ്ങിയിട്ടുണ്ട്. അതിന് ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്. തേങ്ങയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മളെ ഇല എടുത്തിട്ടുണ്ട്, പൊതിയാനായിട്ട് ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ പൊതിച്ചോറ് തിന്നുന്നത്, എവിടെയും പോകുന്നൊന്നുമില്ല. പിന്നെ ഇത് നമ്മളെ ചോറിട്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവർ ഇട്ട്, പിന്നെ ഇത് നമ്മളെ തോരനിട്ട്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളെ എഗ് ഓംപ്ലേറ്റ് വെച്ച്, പിന്നെ നമ്മളെ ചമ്മന്തി വെച്ച്. അപ്പോൾ ഗായ്സ് വായിന്നിങ്ങനെ വെള്ളം കപ്പലോടുന്നു കേട്ടോ. അപ്പം ഞാൻ അന്നേരം തന്നെ പൊതിയാക്കി ടേബിളിൽ കൊണ്ടുവച്ച് തിന്നാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കുഴച്ചെടുത്ത് കുറച്ച് തോരനങ്ങ് വെച്ച്, പിന്നെ നമ്മളെ കോളിഫ്ലവർ വെച്ച്, പിന്നെ എഗ് ഓംപ്ലേറ്റ് ചമ്മന്തിയൊക്കെ വെച്ച് ഒന്ന് കൂട്ടി ഒരു പിടി പിടിച്ചു ഗായ്സ്. എന്താ ടേസ്റ്റ് അറിയോ, ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാമ്പാറും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ ഒരു ചെറിയൊരു കമൻറ്റ് ചെയ്യുക. ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.